ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ നടൻ മോഹൻലാലിന് സംസ്ഥാന സർക്കാരിന്റെ ആദരം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഹൻലാലിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. പ്രഭാവർമ്മ രചിച്ച കാവ്യപത്രവും സമ്മാനിച്ചു. മോഹൻലാലിന് ലഭിച്ച ഓരോ നേട്ടവും മലയാളിക്ക് അഭിമാനകരമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ ആദരത്തിന് മോഹൻലാൽ നന്ദി അറിയിച്ചു. നിറഞ്ഞ സദസ്സിൽ ആകാശം നിറഞ്ഞ ഹർഷാരവങ്ങൾക്ക് നടുവിൽ നടന്റെ രംഗപ്രവേശം. ദാദാസാഹേബ് പുരസ്കാരം നേടിയ നടൻ മോഹൻലാലിന് കേരളം ആദരമർപ്പിക്കുമ്പോൾ ചടങ്ങിന് ഏറ്റവും അന്വർത്ഥമാക്കുന്ന പേര് തന്നെ സർക്കാർ നൽകി. മലയാളം വാനോളം ലാൽ സലാം. സർക്കാരിനു വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഹൻലാലിനെ ആദരിച്ചു. നടപ്പിലും ഇരിപ്പിലും നോട്ടത്തിലും വരെ ഇത്രത്തോളം മലയാളിയെ സ്വാധീനിച്ച മറ്റൊരു നടനില്ലെന്ന് മുഖ്യമന്ത്രി. രാജാ രവിവർമ്മ ഇന്ത്യൻ ചിത്രകലയുടെ ആചാര്യനായി. ഫാൽക്കെ ഇന്ത്യൻ ചലച്ചിത്രകലയുടെ ആചാര്യനായി. ഫാൽക്കെയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങുന്ന മോഹൻലാൽ ഇന്ത്യൻ ചലച്ചിത്രാഭിനയ കലയുടെ സമുന്നത പീഠത്തിന് അധിപനുമായി. സ്വന്തം നാട്ടിൽ ഗംഭീര ചടങ്ങൊരുക്കിയതിൽ മോഹൻലാൽ സർക്കാരിന് നന്ദി അറിയിച്ചു. അവാർഡ് വാങ്ങിയ നിമിഷത്തേക്കാൾ വൈകാരിക ഭാരമേറെയെന്ന് താരം. എല്ലാ പുരസ്കാരങ്ങളും മലയാളിക്കും മലയാളത്തിനും കേരളത്തിനാകെയും ലഭിച്ചവയാണ് എന്ന് ഞാൻ പറയാറുള്ളത്. ഈ പുരസ്കാരവും അങ്ങനെ തന്നെ. മഹത്തായ നിരവധി പുരസ്കാരങ്ങൾ ഇടചേർന്നിരിക്കുന്ന നമ്മുടെ സംസ്കാരത്തിൻ്റെ വിശാലമായ ഷോക്കേസിൽ എനിക്ക് ലഭിച്ച ഈ പുരസ്കാരവും ഞാൻ സമർപ്പിക്കുന്നു. മന്ത്രിമാരായ സജി ചെറിയാൻ, വി ശിവൻകുട്ടി, കെ എൻ ബാലഗോപാൽ, ജി ആർ അനിൽ, അടൂർ ഗോപാലകൃഷ്ണൻ എന്നിവർ മോഹൻലാലിന് ആശംസകൾ അറിയിച്ചു. ലാലിന്റെ നടനവൈഭവത്തിന് അർപ്പണമായി കഥകളി ആചാര്യൻ കലാമണ്ഡലം സുബ്രഹ്മണ്യനാശാൻ തിരനോട്ടം വേദിയിൽ പകർന്നാടി. ടി കെ രാജീവ് കുമാർ സംവിധാനം ചെയ്ത രാഗം മോഹനം എന്ന സംഗീത പരിപാടിയും ചടങ്ങിന് മാറ്റുകൂട്ടി. സെൻട്രൽ സ്റ്റേഡിയം നിറഞ്ഞുകവിഞ്ഞ ചടങ്ങിൽ നിന്ന് പ്രതിപക്ഷം വിട്ടുനിന്നു. കൊച്ചിയിലായതിനാലാണ് ചടങ്ങിനെത്താൻ കഴിയാത്തതെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഓഫീസിന്റെ വിശദീകരണം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.